ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കന് ബ്രസ്റ്റ് പീസാട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ചിക്കന് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിലുള്ള പൊടികളെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് വെള്ളം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അതുകൂടി ഒന്ന് ചിക്കനിൽ പിടിച്ചോട്ടെ. ഇനി നമുക്ക് അതവിടെ മാറ്റി വെക്കാം. അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടാ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഉള്ളി അങ്ങനെ ഓവറായിട്ട് വാടൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് വാട്ടിയിട്ടെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്തത്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ചേർക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും ഇപ്പം കുറച്ച് ചേർക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചേർക്കേണ്ടതാണ്. പിന്നെ ഒരു 2-3 കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. വേവിച്ചിട്ട് അത് ഉടച്ചെടുത്തതാണ് ഇത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനെ കൈകൊണ്ട് തന്നെ ഒന്ന് അടർത്തിയെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. മസാല എല്ലാം റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പിന്നെ നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അതിന് കണക്കാക്കിയിട്ട് ഇടാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സീൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സൈസിലുള്ള ഒരു ഇഞ്ചിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ലെമണ് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂണ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതാ, അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതാ ഇതൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തിൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മസാലയിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കാം. ഈ ഒരു രീതിയിൽ റൗണ്ട് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളാക്കി വെച്ച് ആ ചട്നിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ചട്നി അങ്ങനെ ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല, ചട്നീൻ്റെ മാത്രം ടേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ ഒരു ടീസ്പൂണ് ആ ഒരു അളവിലെല്ലാം അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ടിതാ ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതൊന്നും കൂടി ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മളെ മസാല നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അത് വേവിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കളയണം. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെച്ച ആ വെള്ളം കളഞ്ഞിട്ട് അത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൽ വെള്ളം കയറിയിട്ട് പിന്നെ മസാല മൊത്തത്തിൽ ഭയങ്കര ലൂസായി പോവും. അപ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിതാ എല്ലാം ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിതാ മുട്ട എടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. മുട്ട ഞാനിപ്പം ഒന്നാട്ടാ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ മൊത്തത്തിൽ എനിക്ക് 2 മുട്ട വേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മളാക്കി വെച്ച ആ ഒരു ബോൾ എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു രീതിയിലുള്ള ചീനച്ചട്ടിയാട്ടം എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കത് മെല്ലെ മെല്ലെ ഈ ഒരു രീതിയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 ഇട്ടിട്ടാട്ടാ ആക്കിയിട്ടെടുക്കുന്നത്. കുറേ ഇട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് 4 ഇട്ടിട്ടാട്ടാ ആക്കിയെടുക്കുന്നത്. പിന്നെ ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്ത ശേഷം എന്നിട്ടും നിങ്ങൾക്ക് കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇങ്ങനെ പൊരിക്കാം. അപ്പോൾ കുറച്ചും കൂടി കട്ടിയിൽ നിൽക്കും. അപ്പോൾ ഇത് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ മരത്തിൻ്റെ ഇങ്ങനത്തെ സ്പൂണ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം സാധാ സ്പൂണാകുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. തട്ടിക്കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ അമ്മ അങ്ങനെ പൊട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മരത്തിൻ്റെ സ്പൂൺ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് എല്ലാം ഫ്ലെയിം ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ആക്കി വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് നിൽക്കാം. ബ്രെഡ് ക്രംസ് എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാം. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.